പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടാൻ വയ്ക്കാൻ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ പറഞ്ഞിട്ട് മുകളിൽ പോയതാണ്. അപ്പോൾ വഴുതനങ്ങ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് 2-3 ദിവസം ഇറച്ചി തന്നെ കൂട്ടുമല്ലേ. അപ്പോൾ തക്കാളി വന്നിട്ടുണ്ട്. ഇതാ ഒരു 4 തക്കാളി, ഇതാ അപ്പുറത്തൊരു തക്കാളി, നാടൻ തക്കാളി ഉണ്ട്. ഇത് നാടൻ തക്കാളി. പിന്നെ വേറൊരു തക്കാളി, പൊള്ളാച്ചി തക്കാളി. പിന്നെ പച്ചമുളക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എന്തെങ്കിലും കിട്ടിയ 2-3 ദിവസം ഇറച്ചി തന്നെയല്ലേ കൂട്ടണമെന്ന് എന്തെങ്കിലും കിട്ടിയാൽ വയ്ക്കാൻ വേണ്ടി കഴുകിയതാണ്. വഴുതനങ്ങ എന്താ നോക്കട്ടെ. 2 വഴുതനങ്ങ കിട്ടിയാൽ പൊരിക്കാമല്ലോ. വഴുതനങ്ങ കിട്ടിയാൽ പൊരിച്ചിട്ട് ഇത്തിരി പുളിച്ചാറും വെച്ചാൽ ഒരു ദിവസമായില്ലേ. അതാ ഒന്ന് നിൽക്കണു. ഇനി 2 കൂടി ഉണ്ട്. വഴുതനങ്ങ നിറയെ ഉണ്ട്, പക്ഷെ അതൊക്കെ പിഞ്ചില്ല ആവണല്ലോ. അപ്പോൾ ആയത് 2-3 കിട്ടിയാൽ മീൻ പൊരിക്കും പോലെ പൊരിക്കാമല്ലോ പറഞ്ഞിട്ട് നോക്കിയതാണ്. നമുക്ക് കഷ്ടപ്പെട്ടാലും ഇപ്പം അങ്ങനെ ഓരൊക്കെ കൂട്ടാൻ വയ്ക്കാനുള്ളത് കിട്ടുമല്ലോ പറഞ്ഞിട്ട്. വഴുതനങ്ങ നാടൻ വഴുതനങ്ങ നല്ലതല്ലേ. 2 കിട്ടി. കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിട്ട് പൊരിക്കണം. മെല്ലെ പോയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മഴ പെയ്തപ്പോൾ മുകളിലൊക്കെ പാസാറ് പിടിച്ചിട്ടുണ്ട്. വഴിക്ക് പോണ മഴക്കാലം ആയതുകൊണ്ട് പണി കിട്ടും. അതുകൊണ്ട് പണി കിട്ടിയാൽ ഒരാളെ വീണിട്ട് കിടക്കും. ഞാനും കൂടി വീണാലേ അതുകൊണ്ട് പതുക്കെ പോയിട്ടേ വലിക്കാൻ പറ്റുള്ളൂ. പതുക്കനെ വീണാ തക്കാളി പച്ചമുളക് ഒരു 3 ഉള്ളൂ. അപ്പോൾ 3 പിന്നെ വലിച്ചില്ല. നിൽക്കട്ടെ, ഒരു 10-15 ആയിട്ട് വലിക്കാം. അതുകൊണ്ട് പച്ചമുളക് വലിച്ചിട്ടില്ല. വഴുതനങ്ങ മാത്രമേ വലിച്ചുള്ളൂ. ഓടി ചെയ്യാൻ പറ്റില്ല, പൊറുക്കന് വീഴുവേ. ഈ നമ്മൾ കെട്ടി വെച്ചില്ലേ, നേരെ വെള്ളം തുറന്ന് ഒഴിഞ്ഞ് പോകണില്ല. അത് കാരണം ഒരു വഴുക്കൽ. ഇപ്പോൾ ഒരു കാലമർത്തി വെച്ചില്ലെങ്കിൽ നമ്മളിപ്പോൾ പണി കിട്ടും. അങ്ങനെ ഇപ്പോൾ ഒടുക്കലും മുക്കിലൊക്കെ പോയി വലിക്കാനൊരു ബുദ്ധിമുട്ട്. ഇപ്പുറത്തേക്ക് കുമ്പളവള്ളി, അത്തംവള്ളി ഒക്കെ പടർത്തി വിട്ടിട്ടുണ്ട് തൊഴുത്തിൻ്റെ മേലേക്ക്. അപ്പോൾ ഒരു കൂട്ടാൻ വയ്ക്കാൻ കിട്ടിയ ആയില്ലേ. ഒരു 3 കിട്ടി. 3 വഴുതനങ്ങ. അപ്പോൾ വറുത്തിട്ട് ഇത്തിരി പുളിച്ചാറും വയ്ക്കാം. ഇന്നത്തെ ഒരു കൂട്ടാനായില്ലേ. അങ്ങനെ വേറെ ദിവസം പോട്ടെ. ഇന്നിവിടെ നമ്മുടെ മഴക്കാലമൊക്കെ അല്ലേ. അപ്പോൾ വേറെ ദിവസം അങ്ങനെ കഴിഞ്ഞ് പോട്ടെ. ദിവസം വെള്ളപ്പയിരും മയിലും ഇതൊക്കെ വയ്ക്കണ്ടാകുന്നിട്ട് അങ്ങനെ വേറെ ദിവസം ചെയ്യുക. സാമ്പത്ത് കാലത്ത് തേയ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കായ്പത്ത് തിന്നാന്ന് പറയുന്ന കേട്ടിട്ടുണ്ടോ പണ്ടത്തെ ആൾക്കാർ. ഉണ്ട വഴുതനങ്ങയുണ്ട്. ഉണ്ട വഴുതനങ്ങ അത് സാമ്പാർ വയ്ക്കുമ്പോൾ, പരിപ്പിച്ചാറ് വയ്ക്കുമ്പോൾ വലിച്ചിട്ട് ഇടാം. വയലറ്റ് വഴുതനങ്ങ ഇത് പൊരിക്കാം. എന്നിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് തിരുമ്പി മീൻ വറുക്കണ പോലെ വറുക്കുക തന്നെ. വേവൊക്കെ കമ്മിയാണ്. പിഞ്ച് വഴുതനങ്ങ ആയതുകൊണ്ട് വേഗം ചൂട് തട്ടിയാൽ മതി. പിഞ്ച് കുരുവൊന്നും മൂത്തിട്ടേ ഇല്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എന്നിട്ട് വറുത്തിട്ട്. ഇപ്പോൾ മരുമകൾ പറഞ്ഞു മാത്രം പുളിച്ചാറ് വയ്ക്കുമ്പോൾ നമുക്ക് ഒരു ദിവസം പുളിച്ചാറ് വെച്ചിട്ട് പറഞ്ഞു. തറവാട്ട് പുളി അതും വെച്ച് വറുത്തിട്ട് ഇന്നത്തെ അങ്ങനെ പോട്ടെ. വേറെ ദിവസം അങ്ങനെ പോട്ടെ. അപ്പോഴും കടയിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടേ. ഒരാളുടെ വരുമാനമല്ലേ ഉള്ളൂ. അന്ത്യോളം ഞാൻ വെറുതെ കുത്തിരിക്കണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുണ്ടാക്കിയപ്പോൾ ഇതങ്ങനെ വരയ്ക്കുക വലിച്ചിങ്ങനെ ഒപ്പാക്കാനും നമുക്കായി. ഒപ്പം മകം കൊണ്ടുപറ്റാൻ വേണ്ടി ഇരിക്കാൻ പറ്റില്ലല്ലോ. നമ്മളെ കൊണ്ടാകുന്ന ഒരു സഹായം ചെയ്തു കൊടുക്കുക. അല്ലാണ്ട് ഒരാളുടെ കൈ കൊണ്ട് വരട്ടെ കൊണ്ട് നിൽക്കാൻ പറ്റില്ല. അതിലെ മുളക് ഇങ്ങനെ വയ്ക്കും. എന്നിട്ട് തീ ഒരുപാട് കത്തിക്കാണ്ട് ചോറ് വെച്ച് അടുപ്പിൽ കനലടുപ്പുണ്ട്. അതിൽ കൊണ്ട് വെച്ച് അങ്ങോട്ടും കൊണ്ട് 2 മറിച്ചിട്ടിട്ട് സൂപ്പറായി മീൻ പൊരിച്ച പോലെ ഉണ്ടാവും.
മത്തി പുറത്ത് പോലുണ്ടാവും. അപ്പോൾ മത്തിയൊന്നും ഇപ്പോൾ കൂട്ടാനും പറ്റില്ലല്ലോ. ഇപ്പോൾ 2 ദിവസം ചിക്കൻ കൂട്ടി. ഇനിയിപ്പോൾ വെള്ളപ്പയിരോ പയറോ അങ്ങനെ വയ്ക്കുക. അപ്പോൾ ഇതൊരു ദിവസം ഇങ്ങനെ വയ്ക്കാം. ഇനിയിപ്പോൾ വെണ്ടയ്ക്കൊക്കെ പൂക്കുണ്ട്. വെണ്ടയ്ക്ക പൂത്തൊക്കെ ഒന്നരാടം വെണ്ടയ്ക്ക കിട്ടും. വഴുതങ്ങ പോലെയല്ലല്ലോ വെണ്ടയ്ക്ക, ഒന്നരാടം വലിക്കണം, അല്ലെങ്കിൽ മൂത്ത് പോയില്ലേ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കൂട്ടാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. മീൻ വറുക്കുമ്പോൾ വറുക്കുക തന്നെ, മറിച്ചിട്ട് കൊണ്ട് പോട്ട് വെളിച്ചെണ്ണ വെച്ച് വയ്ക്കുക. അപ്പോൾ എന്താ പറയുക, എല്ലാം നമ്മൾ വാങ്ങുകയല്ലേ, പച്ചവെള്ളം ഒഴികെ ബാക്കിയൊക്കെ വാങ്ങിക്കണം. അപ്പോൾ എങ്ങനെയെങ്കിലും വേറെ ദിവസം ഓരോ ഉപകാരം എൻ്റെ മകനിക്ക് എന്നെക്കൊണ്ടാവണത് ചെയ്ത് കൊടുത്താൽ അവനിക്കത് ഒരു ലാഭം കിട്ടില്ലേ. ഉണ്ടാണ്ടിരിക്കുകയൊക്കെ ചെയ്യുക ടി വിയും കണ്ടുകൊണ്ട്. വേണ്ട, നമുക്ക് അങ്ങനെ ഇരുന്ന് ചെയ്യലുമില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഓരോ ദിവസം നാളെ തള്ളി നിൽക്കുക. ഇത് വീഡിയോ ഒരു കൈ കൊണ്ട് എടുത്തിട്ട് ഒരു കൈ കൊണ്ടൊക്കെ ചെയ്യുക, കാരണം നേരെ ക്ലിയറായിട്ട് വരാത്തത്. ഒരു കൈ കൊണ്ട് തന്നെ ചെയ്ത് ഒരു കൈ കൊണ്ടൊക്കെ എടുക്കുമ്പോൾ അത്ര ക്ലിയർ വരില്ലല്ലോ. എന്താ മുരിയാനായി വൈകി വന്നു. ഇനി ചോറാക്കട്ടെ. എനിക്ക് രാവിലെ വെച്ചിട്ട് ചോറാക്കി കൊടുത്താൽ രാവിലെ നമ്മൾ എപ്പോഴും പലഹാരം ഉണ്ടാക്കില്ല, സമയം കിട്ടില്ല. ചോറും കൂട്ടാൻ നമ്മൾക്ക് നല്ല വേവുള്ളരി. ഇപ്പം നേരമോ 5 മണിക്ക് എണിക്കോ എന്നാലും ആകില്ല. പലഹാരം വൈകുന്നേരത്ത്. രാവിലെ വെള്ളച്ചോറിനും. അപ്പോൾ 2 വഴുതനങ്ങ പൊരിച്ചതും വെള്ളച്ചോറ് ഇതിരിപ്പോട്ടും മോരും ഒഴിച്ച് കൊടുത്താൽ അവൻ്റെ കാര്യമായി. പുളിച്ചാറാണ് വെച്ചിരിക്കുന്നത്, തറവാട്ട് പുളി പച്ചമുളക് അരിഞ്ഞിട്ടിട്ട് 2 വറമുളകും പൊടിച്ചിട്ട് പുളിച്ചാറ്. എപ്പോഴും വെറുക്കാത്ത സാധനമാണ് ഈ പുളിച്ചാറ്, വെറുക്കില്ല. ആഴ്ചയിൽ ഒരിക്കലും കൂട്ടാണ്ടിരുന്നാൽ അത് പറ്റില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ കറി നമ്മുടെ തന്നെ ആയില്ലേ, പുളിച്ചാറും വഴുതനങ്ങ പൊരിച്ചതും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കും ബൈക്കുകയാണെങ്കിലൊക്കെ ചെയ്ത് നോക്കിക്കോളാം. നമ്മുടെ ആരോഗ്യം കൈയും കാലം ആടിയ പോലെയായി. അങ്ങനെ ഒരു ദിവസത്തെ കൂട്ടാൻ വയ്ക്കാനും കിട്ടും. കടയിൽ കിട്ടണമെന്നല്ല വഴുതനങ്ങ, കടയിൽ കിട്ടും. പക്ഷേ നല്ലത് നമ്മൾ വെച്ചുണ്ടാക്കി തിന്നണതും കടയിൽ നിന്ന് വാങ്ങി തിന്നണതൊക്കെ മാറ്റമുണ്ട്. ഇത് യൂറിയ സൽപ്പിക്കുന്നതുകൊണ്ട് ഇങ്ങനെ കവറിലാക്കി കെട്ടിക്കൊടുത്തില്ലെങ്കിൽ അങ്ങനെ ഇരിപ്പിൻ്റെ മൂടി ലൂസ് വെയിലൊക്കെ ചിന്തും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നാളേക്ക് എന്തെങ്കിലും വെക്കണം. നാളേക്ക് ഇന്നത്തെ ഇങ്ങനെ പോയില്ലേ. എന്നാലും മീനിപ്പോൾ കൂട്ടാൻ പേടിയാകണേ. ഇപ്പോൾ ഒരു മീൻ വാങ്ങിയ 2 ദിവസത്തേക്കൊക്കെ ആയി. അപ്പം ഇന്നത്തെ ഇത്രയേ ഉള്ളൂ.